Good morning, everyone. Today we are discuss about directors and managers as contributory section 286. കഴിഞ്ഞ ക്ലാസ്സിൽ വൈൻഡിങ് അപ്പ് എന്നൊരു ചാപ്റ്റർ ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നെക്സ്റ്റ് വരുന്നൊരു ടോപ്പിക്കാണ് ഡയറക്ടേഴ്സ് ആൻഡ് മാനേജേഴ്സ് ആസ് കോൺട്രിബ്യൂട്ടറി. In the case of limited company, any person who is or has been a director or manager whose liability is unlimited under the provisions of this Act shall, in addition to his liability, if any, to contribute as an ordinary member, be liable to make a further contribution as if he were, at the commencement of winding up, a member of an unlimited company. ലിമിറ്റഡ് കമ്പനീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഏതൊരു പേഴ്സണും ഒരു ഡയറക്ടർ ആവാം അല്ലെങ്കിൽ മാനേജർ ആവാം, അവരുടെ ലാബിലിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണെങ്കിൽ പ്രൊവിഷൻ പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം അവരുടെ ലാബിലിറ്റി അൺലിമിറ്റഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവർക്ക് ഇൻ അഡീഷൻ ടു ഹിസ് ലാബിലിറ്റി ഇവരുടെ അഡീഷണൽ ലാബിലിറ്റീസ് വരികയാണെങ്കിൽ, ഇഫ് എനി ടു കോൺട്രിബ്യൂട്ട് ആസ് ആൻ ഓർഡിനറി മെമ്പർ ബി ലേബിൾ ടു മേക്ക് എ ഫർദർ കോൺട്രിബ്യൂഷൻ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് എന്തുണ്ടാവും, ഇവർക്ക് ഒരു ലാബിലിറ്റി ഉണ്ടായിരിക്കും, വീണ്ടും ഒരു ഫർദർ കോൺട്രിബ്യൂഷനുള്ള ഒരു ലാബിലിറ്റി ഉണ്ടായിരിക്കും വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്. അപ്പോൾ ഇവിടെ കോൺട്രിബ്യൂട്ടറീസ് ആയിട്ടാണ് ഈ ഡയറക്ടേഴ്സും മാനേജേഴ്സും പ്രവർത്തിക്കുന്നത്. ബട്ട് എ പേഴ്സൺ who has been a director or manager shall not be liable to make such further contribution. ഒരു പേഴ്സൺ കമ്പനിയുടെ ഡയറക്ടറോ അല്ലെങ്കിൽ മാനേജറോ അല്ലെങ്കിൽ മാനേജറോ ആണെങ്കിൽ അയാൾ ഫർദർ കോൺട്രിബ്യൂഷന് ലേബിൾ ആയിരിക്കും. എന്ന് വെച്ചാൽ അവർ ഫർദറായിട്ട് കമ്പനിയുടെ കമൻസ്മെൻറ്റ് അല്ലെങ്കിൽ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് കോൺട്രിബ്യൂഷൻ ചെയ്യേണ്ടത് അതിന് ലാബിലിറ്റി, അതിനുള്ള ഉത്തരവാദിത്വം ഇവർക്ക് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് അഡ്വൈസറി കമ്മിറ്റി സെക്ഷൻ 287. അഡ്വൈസറി കമ്മിറ്റി 287 പറയുന്നത് ദ ട്രൈബ്യൂണൽ മേ വൈൽ പാസിംഗ് ആൻ ഓർഡർ ഓഫ് വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ഡയറക്ട് ദാറ്റ് ദർ ഷാൾ ബി ആൻ അഡ്വൈസറി കമ്മിറ്റി ടു അഡ്വൈസ് ദി കമ്പനി ലിക്വിഡേറ്റർ ആൻഡ് ടു റിപ്പോർട്ട് ദി ട്രൈബ്യൂണൽ ഓൺ സച്ച് മാറ്റേഴ്സ് ആസ് ദി ട്രൈബ്യൂണൽ മേ ഡയറക്റ്റ്. ഈ ഒരു കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനി ഒരു അഡ്വൈസറി കമ്മിറ്റീനെ രൂപീകരിക്കുകയാണ്. എന്തിനാന്ന് വെച്ചാൽ കമ്പനി ലിക്വിഡേറ്ററെ അഡ്വൈസ് ചെയ്യാൻ, ഈ ഒരു ട്രൈബ്യൂണൽക്ക് വേണ്ടിയിട്ട് മാറ്റേഴ്സൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കുന്നത്. ദ അഡ്വൈസറി കമ്മിറ്റി അപ്പോയിൻറ്റഡ് ബൈ ദി ട്രൈബ്യൂണൽ ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 12 മെമ്പേഴ്സ്. ഈ അഡ്വൈസറി കമ്മിറ്റിയിൽ 12 മെമ്പേഴ്സിൽ കൂടുതലാവാൻ പാടില്ല. ഇത് ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ട്രൈബ്യൂണൽ ആയിരിക്കും. Being creditors and contributors of the company or such other person in such a proportion as the tribunal may, keeping in view the circumstances of the company under liquidation direct. ഈ ഒരു കമ്പനി ഈ ഒരു അപ്പോയിൻറ്റ് ചെയ്യുന്നത് ട്രൈബ്യൂണൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ക്രെഡിറ്റേഴ്സും കമ്പനിയിൽ കോൺട്രിബ്യൂട്ടേഴ്സും അല്ലെങ്കിൽ അതർ പേഴ്സൺസും ഈ ഒരു ട്രൈബ്യൂണലിൻ്റെ പ്രൊപ്പോഷൻ പ്രകാരം ഈ ഒരു കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്ന് പറയും പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവേഴ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടീസ്, അവരുടെ അധികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് ടു ക്യാരി ഓൺ ബിസിനസ് ഓഫ് ദി കമ്പനി സോ ഫാർ ആസ് മേ ബി നെസസറി ഫോർ ദി ബെനിഫിഷ്യൽ വൈൻഡിങ് ഓഫ് ദി കമ്പനി. ഈ ഒരു ബിസിനസ് ക്യാരി ചെയ്യാനുള്ള റൈറ്റ് അല്ലെങ്കിൽ പവർ ആർക്ക് തന്നെയാണ്? ഈ ഒരു കമ്പനി ലിക്വിഡേറ്റർക്കാണ്. അപ്പോൾ ഇവരെന്താണെന്ന് ചെയ്യുന്നത് വെച്ചാൽ ക്യാരി ഓൺ ബിസിനസ് ഓഫ് ദി കമ്പനി സോ ഫാർ ആസ് നെസസറി ഫോർ ദി ബെനിഫിഷ്യൽ വൈൻഡിങ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എന്തൊക്കെയാണോ അവർക്ക് വേണ്ട കാര്യങ്ങൾ അതൊക്കെ ചെയ്യുന്നത് ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഡു ഓൾ ആക്ട്സ് ആൻഡ് to execute in the name and on behalf of the company all deeds, receipts and other documents, and for that purpose to use when necessary the company seals. ഈ ഒരു കമ്പനി ലിക്വിഡേറ്റർ എന്ന് പറയുന്നത് എല്ലാ ആക്റ്റുകളും എല്ലാ പ്രവൃത്തികളും എക്സിക്യൂട്ട് ചെയ്യുന്നതും അതുപോലെ നടപ്പിലാക്കുന്നതും ആരെന്നെയായിരിക്കും? കമ്പനിയുടെ പകരം ഈ ഒരു കമ്പനി ലിക്വിഡേറ്റർ ആയിരിക്കും. കാരണം എല്ലാ ഡീഡ്സ് അതുപോലെ കമ്പനിയുടെ എല്ലാ റെസീപ്റ്റ്സും അത് ഡോക്യുമെൻറ്റ്സും എല്ലാ കാര്യങ്ങളും കമ്പനി സീലിന് പകരം ഇത് ആക്ട് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതൊക്കെ ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു സെൽ ദി ഇമ്മൂവബിൾ ആൻഡ് മൂവബിൾ പ്രോപ്പർട്ടി ആൻഡ് ആക്ഷണബിൾ ക്ലെയിംസ് ഓഫ് ദി കമ്പനി ബൈ പബ്ലിക് ഓപ്ഷൻ ഓർ
പ്രൈവറ്റ് കോൺട്രാക്ട്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മൂവബിൾ പ്രോപ്പർട്ടി, കമ്പനി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടീസ് അതുപോലെ മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീസൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്യുക പറഞ്ഞാൽ സെല്ല് ചെയ്യും. അപ്പോൾ അത് സെല്ല് ചെയ്യുന്നത് ഈ ഒരു കമ്പനി ലിക്വിഡേറ്റർ ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു സെൽ ദി ഹോൾ ഓഫ് ദി അണ്ടർടേക്കിംഗ് ഓഫ് ദി കമ്പനി ആസ് എ ഗോയിങ് കൺസേൺ. ഒരു ഗോയിങ് കൺസേൺ കമ്പനി ആണെങ്കിൽ, ആ ഒരു കൺസെപ്റ്റിലുള്ള കമ്പനി ആണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ അണ്ടർടേക്കിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടെ സെല്ല് ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു റേസ് എനി മണി റിക്വയർഡ് ഓൺ ദി സെക്യൂരിറ്റി ഓഫ് ദി അസറ്റ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ അസറ്റ്സിൻ്റെ മുകളിൽ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആവശ്യമുള്ള മണിയൊക്കെ റേസ് ചെയ്യുന്നത്, അതായത് വർദ്ധിപ്പിക്കുന്നത് ഒരു കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവറാണ്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ ഡിഫെൻഡ് എനി സ്യൂട്ട്, പ്രോസിക്യൂഷൻ ഓർ അതർ ലീഗൽ പ്രൊസീഡിങ്സ്, സിവിൽ ഓർ ക്രിമിനൽ, ഇൻ ദി നെയിം ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും ക്രിമിനൽ ഒഫൻസോ അല്ലെങ്കിൽ ലീഗൽ പ്രൊസീഡിങ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നതും ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടു ഇൻവൈറ്റ് ആൻഡ് സെറ്റിൽ ദി ക്ലെയിം ഓഫ് ക്രെഡിറ്റേഴ്സ്, എംപ്ലോയീസ് ഓർ എനി അതർ ക്ലെയിം ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് സെയിൽ പ്രൊസീഡിങ്സ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി പ്രയോറിറ്റീസ് എസ്റ്റാബ്ലിഷ് അണ്ടർ ദിസ് ആക്ട്. അതായത് ഇവരുടെ ക്രെഡിറ്റേഴ്സിന് ഉള്ള കാര്യങ്ങളൊക്കെ, ക്രെഡിറ്റേഴ്സുമായിട്ട് കുറേ എമൗണ്ട് അവർക്ക് കൊടുത്ത് തീർക്കാനുണ്ടെങ്കിൽ അതൊക്കെ സെറ്റിൽ ചെയ്യും. അതുപോലെ എംപ്ലോയീസിൻ്റെ അതുപോലെ ക്ലെയിമൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യുന്നതും കമ്പനി ലിക്വിഡേറ്റർ തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് ടു ഇൻസ്പെക്ട് ദി റെക്കോർഡ്സ് ആൻഡ് റിട്ടേൺസ് ഓഫ് ദി കമ്പനി ഓൺ ദി ഫയൽസ് ഓഫ് ദി രജിസ്ട്രാർ ഓർ എനി അതർ അതോറിറ്റി. കമ്പനിയിലെ റെക്കോർഡ്സും അതുപോലെ റിട്ടേൺസൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ഫയൽസൊക്കെ രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്ത ഫയൽസൊക്കെ നോക്കുന്നത്, ഇൻസ്പെക്ട് ചെയ്യുന്നതൊക്കെ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ്. നെക്സ്റ്റ് എന്ന് പറയും ടു പ്രൂവ് റാങ്ക് ആൻഡ് ക്ലെയിം ഇൻ ദി ഇൻസോൾവൻസി ഓഫ് എനി കോൺട്രിബ്യൂട്ടറി ഫോർ എനി ബാലൻസ് അഗെയിൻസ്റ്റ് ഹിസ് എസ്റ്റേറ്റ് ആൻഡ് ടു റിസീവ് ഡിവിഡൻസ് ഇൻ ദി ഇൻസോൾവൻസി. അതായത് കമ്പനിയുടെ ഇൻസോൾവൻസി അല്ലെങ്കിൽ കമ്പനിയുടെ കോൺട്രിബ്യൂട്ടറി ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഡിവിഡൻസ്, ആ കാര്യങ്ങളൊക്കെ, കമ്പനി ഇൻസോൾവൻ്റ് ആകുമ്പോൾ അതൊക്കെ ഡിവിഡൻറ്റും റിസീവ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് റാങ്ക് കൊടുക്കാനുള്ളത് ഇത്രത്തോളം നല്ലതാണ്, അതുപോലെ ഇത് ഇത്രത്തോളം സത്യസന്ധമാണെന്ന് റാങ്ക് ചെയ്യാനുള്ളതൊക്കെ പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ ഒരു റൈറ്റ് ഈ ഒരു കമ്പനി ലിക്വിഡേറ്റർക്കാണുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഡിസൊല്യൂഷൻ ഓഫ് കമ്പനി ബൈ ട്രൈബ്യൂണൽ. നേരത്തെ പറഞ്ഞത് കമ്പനി ലിക്വിഡേറ്ററിൻ്റെ പവറും ഡ്യൂട്ടീസ് ആയിരുന്നു. ഇനി കമ്പനി എങ്ങനെയാണ്, ട്രൈബ്യൂണൽ പ്രകാരം കമ്പനി എങ്ങനെയാണ് ഡിസൊല്യൂഷൻ നടത്തുന്നത്, അതായത് ഒഴിവാക്കുന്നത് എങ്ങനെയാണ്. വെൻ ദി അഫയേഴ്സ് ഓഫ് ദി കമ്പനി ഹാവ് ബീൻ കംപ്ലീറ്റ്ലി വൗണ്ട് അപ്പ് ദ കമ്പനി, ദ ലിക്വിഡേറ്റർ ഷാൾ മേക്ക് ആൻ അപ്ലിക്കേഷൻ ടു ദി ട്രൈബ്യൂണൽ ഫോർ ഡിസൊല്യൂഷൻ ഓഫ് സച്ച് കമ്പനി. അതായത് കമ്പനിയുടെ അഫയേഴ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വൗണ്ട് അപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യും, ലിക്വിഡേറ്റർ ഒരു അപ്ലിക്കേഷൻ ട്രൈബ്യൂണൽക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യും. കമ്പനി ഡിസൊല്യൂഷൻ ചെയ്യാനായി എന്ന് പറഞ്ഞിട്ടൊരു അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. എ കോപ്പി ഓഫ് ദി ഓർഡർ ഷാൾ വിത്തിൻ 30 days from the date of thereof be forwarded by the company liquidated to the registrar. ഈ ഒരു കമ്പനി ഡിസൊല്യൂഷൻ്റെ ഒരു കോപ്പി 30 days ഉള്ളിൽ തന്നെ കമ്പനി ലിക്വിഡേറ്റർ രജിസ്ട്രാർക്ക് മുന്നേ ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ റെക്കോർഡ് ഇൻ ദി രജിസ്റ്റർ റിലേറ്റിംഗ് ടു ദി കമ്പനി എ മിനിറ്റ് ഓഫ് ദി ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. ഈ ഒരു ലിക്വിഡേറ്റർ കോപ്പി ചെയ്യുന്ന ഈ ഒരു കമ്പനിയുടെ ഡിസൊല്യൂഷൻ്റെ ഓർഡർ എന്ന് പറയുന്നത് റെക്കോർഡ് ചെയ്യും രജിസ്ട്രാർ. കമ്പനിയുടെ ഡിസൊല്യൂഷൻ്റെ മിനിറ്റ്സ് ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വയ്ക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെക്രട്ടറി ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് ദി വൈൻഡിങ് അപ്പ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത്, ട്രൈബ്യൂണൽ വഴിയുള്ള വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് സെക്രട്ടറീസിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്. ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ദ സെക്രട്ടറി ഷുഡ് അസിസ്റ്റ് ദി ഡയറക്ടേഴ്സ് ഇൻ പ്രിപ്പയറിംഗ് ദി പെറ്റീഷൻ ഫോർ ദി കമ്പൽസറി വൈൻഡിങ് അപ്പ്. ദ സെക്രട്ടറി എന്ത് ചെയ്യും, ഫസ്റ്റ് തന്നെ അസിസ്റ്റ് ചെയ്യും ഡയറക്ടേഴ്സിനെ ഈ ഒരു കമ്പൽസറി വൈൻഡിങ് അപ്പിന് വേണ്ടിയിട്ടുള്ള പെറ്റീഷനൊക്കെ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റ് ചെയ്യുന്നത് ഡ്യൂട്ടിയാണ് സെക്രട്ടറിയുടെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ, ഹി മസ്റ്റ് ഫയൽ എ കോപ്പി ഓഫ് പെറ്റീഷൻ ടു രജിസ്ട്രാർ. രജിസ്ട്രാർക്ക് മുന്നേ തന്നെ ഒരു കോപ്പി, പെറ്റീഷൻ്റെ ഒരു കോപ്പി ഇയാൾ ഫയൽ ചെയ്യും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി മസ്റ്റ് സബ്മിറ്റ്
ടു ദി ഒഫീഷ്യൽ ലിക്വിഡേറ്റർ എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഒഫീഷ്യൽ ലിക്വിഡേറ്റർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യുന്നതും ഈ ഒരു കമ്പനിയുടെ സെക്രട്ടറി ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹി മസ്റ്റ് ക്യാരി ഓഫ് നെസസറി വർക്ക് ആൻഡ് നെസസറി ഇൻഫർമേഷൻ ടു പ്രൊവൈഡ്. കമ്പനിയുടെ വൈൻഡിങ് അപ്പിന് ആവശ്യമായിട്ടുള്ള എല്ലാ ആവശ്യമുള്ള ഇൻഫർമേഷൻസൊക്കെ നടത്തുന്നത്, അതുപോലെ ഇൻഫർമേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതും ഇദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് യു ഷുഡ് എൻഷുർ ദാറ്റ് ദി കമ്പനീസ് അണ്ടർ ലിക്വിഡേഷൻസ് ആർ മെൻഷൻഡ് ഓൺ എവരി ലെറ്റർ ആൻഡ് ദി ഡോക്യുമെൻറ്റ്. ഈ ഒരു കമ്പനിയിലെ ലിക്വിഡേഷൻ്റെ സമയത്തുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് എൻഷുർ ചെയ്യേണ്ടതും ഈ ഒരു സെക്രട്ടറിയുടെ ഡ്യൂട്ടിയിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് വരുന്ന കാര്യം, അതായത് ഡ്യൂട്ടീസ് ഇൻ കണക്ഷൻ വിത്ത് സെക്രട്ടറിയുടെ ഡ്യൂട്ടീസാണ് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വോളണ്ടറി വൈൻഡിങ് അപ്പ്. കമ്പനിയുടെ ഫസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞു വൈൻഡിങ് അപ്പ് ബൈ ദി ട്രൈബ്യൂണൽ. സെക്കൻഡ് കേസാണ് വോളണ്ടറി വൈൻഡിങ് അപ്പ്, സെക്ഷൻ 304. വോളണ്ടറി വൈൻഡിങ് അപ്പ് മീൻസ് winding up of the company by the members without interference the tribunal. വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയായ, അപ്പോൾ കമ്പനി ഒരു ട്രൈബ്യൂണലിൻ്റെ ഇൻ്റർഫിയറൻസ് ഇല്ലാതെ തന്നെ, അവരുടെ ഒരു സാമീപ്യം ഇല്ലാതെ തന്നെ വൈൻഡപ്പ് ചെയ്യുന്നതിനെയാണ് വോളണ്ടറി വൈൻഡപ്പ് എന്ന് പറയുന്നത്. ഇത് രണ്ട് കേസിലാണ് പറയുന്നത്. ഇഫ് എ കമ്പനി ഇൻ ജനറൽ മീറ്റിംഗ് പാസസ് എ റെസൊല്യൂഷൻ റിക്വയറിംഗ് ദി കമ്പനി ടു ബി വൗണ്ട് അപ്പ് വോളണ്ടറിലി ആസ് എ റിസൾട്ട് ഓഫ് ദി expiry of the period of its duration, if any, fixed by its articles or on the occurrence of any event in respect of which the articles provide that the company should be dissolved. അതായത് ഈ ഒരു വോളണ്ടറി അപ്പ് ഫസ്റ്റ് പറയുന്നത് ജനറൽ മീറ്റിങ്ങിൽ ഒരു റെസൊല്യൂഷൻ പാസ് ചെയ്യണം. അത് എങ്ങനത്തെ കേസാണെങ്കിൽ കമ്പനി തുടങ്ങിയിട്ട് കമ്പനിയുടെ ഡ്യൂറേഷൻ കഴിഞ്ഞിട്ടുള്ള കേസ്, അത് ആർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഇവൻറ്റിലോ കാര്യങ്ങളിലൊക്കെ കമ്പനിയുടെ ആർട്ടിക്കിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉണ്ടായിരിക്കണം ഈ ഒരു കമ്പനിയുടെ ഡ്യൂറേഷൻ ഇത്രയാണ്, അപ്പോൾ അത് എക്സ്പയർ ചെയ്തുകൊണ്ട് അവർ വോളണ്ടറി ആയിട്ട് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു റെസൊല്യൂഷൻ പാസ്സാക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഇഫ് ദി കമ്പനി പാസസ് എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ദാറ്റ് ദി കമ്പനി ഈസ് വൗണ്ട് അപ്പ് വോളണ്ടറി, അല്ലെങ്കിൽ കമ്പനി ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. കമ്പനി വോളണ്ടറി ആയിട്ട് സ്വമേധയായി കമ്പനി നിർത്തിപ്പോവാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കണം. ഇതിൽ വരുന്നത് തന്നെയാണ് ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. Creditors voluntary winding up means creditors are the people to whom the company owns money for providing goods, services or loans to the company. കമ്പനിക്ക് ആവശ്യമുള്ള മണി കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗുഡ്സ് സർവീസ് ലോൺസ് ഒക്കെ കൊടുക്കുന്ന ആളുകളെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ഹൂ ഹാവ് നോട്ട് റിസീവ്ഡ് ഗുഡ്സ് ദേ ഹാവ് ഓൾറെഡി പെയ്ഡ് ഫോർ ആൻഡ് എംപ്ലോയീസ് ഹൂ ഹാവ് ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് മേ ഓൾസോ ബി കൺസിഡേർഡ് ക്രെഡിറ്റേഴ്സ്. അതായത് കസ്റ്റമേഴ്സിനും ചില കേസിൽ എന്ത് പറയാം, ക്രെഡിറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുമ്പോൾ എ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ് ഈസ് ദി വൈൻഡിങ് അപ്പ് ഓഫ് എ കമ്പനി ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് അണ്ടർ ദി സ്ക്രൂട്ടിനി ഓഫ് ദി കമ്പനീസ് ക്രെഡിറ്റേഴ്സ്. ഇവിടെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ ഷെയർ ഹോൾഡേഴ്സ് താല്പര്യപ്പെട്ടുകൊണ്ട് ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കുകയാണ് ഈ ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഇതെങ്ങനെയായിരിക്കണം, ഒരു അണ്ടർ സ്ക്രൂട്ടിനി ഓഫ് കമ്പനീസ് ക്രെഡിറ്റേഴ്സ്, കമ്പനി ക്രെഡിറ്റേഴ്സിൻ്റെ താല്പര്യപ്രകാരമായിരിക്കും ഇവിടെ വൗണ്ട് അപ്പ് നടത്തുന്നത്. ദിസ് ഒക്കേഴ്സ് വെൻ ദി കമ്പനീസ് ഇൻസോൾവെൻറ്റ്. ഇതെങ്ങനെയായിരിക്കും നടത്തുക, കമ്പനി ഇൻസോൾവെൻ്റ് ആവുന്ന കേസിലായിരിക്കും ഈ ഒരു ക്രെഡിറ്റേഴ്സ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. കാരണം കമ്പനിയുടെ കയ്യിൽ അവർക്ക് കൊടുക്കാനുള്ള ക്യാഷ് ഒന്നും ഇല്ലാതാവുമ്പോൾ ക്രെഡിറ്റേഴ്സിന് എന്ത് പറയും, ഈ ഒരു കമ്പനി വൈൻഡപ്പ് ചെയ്യണമെന്ന് പറയും. നെക്സ്റ്റ് പറയുന്നതാണ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു വോളണ്ടറി വൈൻഡിങ് അപ്പ്. എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് ഈ ഒരു വോളണ്ടറി വൈൻഡിങ് അപ്പിന് വേണ്ടത്, ക്രെഡിറ്റേഴ്സിൻ്റെ വോളണ്ടറി വൈൻഡിങ് അപ്പിന് വേണ്ടത്, ക്രെഡിറ്റേഴ്സ് അതുപോലെ വോളണ്ടറി വൈൻഡിങ് അപ്പിന് എന്തൊക്കെ പ്രൊവിഷൻസ് ആണ് വേണ്ടത്. ഫസ്റ്റ് എന്ന് പറയുന്നതാണ് കമൻസ്മെൻറ്റ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ്. ഫസ്റ്റ് ആണ് കമൻസ്മെൻറ്റ് ഓഫ് വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് ദ വോളണ്ടറി വൈൻഡിങ് അപ്പ് കമൻസ് ഓൺ ദി ഡേറ്റ് ഓഫ് പാസിംഗ് ഓഫ് ദി റെസൊല്യൂഷൻ അണ്ടർ സെക്ഷൻ 304. ഈ ഒരു 304 പ്രകാരം ഒരു ഡേറ്റ് ഓഫ് റെസൊല്യൂഷൻ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിൻ്റെ അവർ ഡേറ്റ് ഓഫ് പാസിംഗ് ദി റെസൊല്യൂഷൻ അണ്ടർ വോളണ്ടറി വൈൻഡിങ് അപ്പ് എന്നാണ് ചെയ്യേണ്ടത്,
പോലെ എന്നാണ് ഇത് കമൻസ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സ്റ്റോപ്പ് ഇൻ ദി ബിസിനസ് സെക്ഷൻ 309 അതായത് കമ്പനി കമൻസ്മെൻറ്റ് ഓഫ് വൈൻഡിങ് അപ്പ് സീസസ് ചെയ്യുന്നത് വരെ ബിസിനസ് ആക്ടിവിറ്റീസ് എക്സെപ്റ്റ് as far as the record for beneficial winding up of the company, but the corporate state and corporate power of the company shall exist until it is dissolved. അതായത് കമ്പനി വോളണ്ടറി വൈൻഡിങ് അപ്പ് നടത്തുന്നതിൻ്റെ മുന്നേ തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു കമ്പനിയുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കണം. സ്റ്റോപ്പ് ഇൻ ദി ബിസിനസ് കമ്പനിയുടെ ബെനിഫിറ്റ് വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് അത് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ. നെക്സ്റ്റ് പറയുന്നത് കമ്പനിയുടെ ജനറൽ മീറ്റിങ്ങിൽ ഒരു കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യണം. ഇത് പാനൽ പ്രിപ്പയർ ചെയ്യുന്ന സെൻട്രൽ ഗവൺമെൻറ് ആണ് ഈ ഒരു ലിക്വിഡേറ്ററെ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ ഒരു ലിക്വിഡേറ്ററാണ് കമ്പനിയുടെ എല്ലാ വൈൻഡപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പവർ ടു റിമൂവ് ആൻഡ് ഫിൽ വേക്കൻസി ഓഫ് കമ്പനി ലിക്വിഡേറ്റർ സെക്ഷൻ 311 സെക്ഷനിലാണ് പറയുന്നത്. എ കമ്പനി ഓർ ക്രെഡിറ്റേഴ്സ് ക്യാൻ ആഫ്റ്റർ ഗിവിങ് എ റീസണബിൾ നോട്ടീസ് ക്യാൻ റിമൂവ് എ ലിക്വിഡേറ്റർ. കമ്പനിക്ക് അല്ലെങ്കിൽ കമ്പനിയുടെ താല്പര്യപ്രകാരം അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സോ ഒരു റീസണബിൾ നോട്ടീസ് കൊടുക്കുകയാണ് ഈ ഒരു ലിക്വിഡേറ്ററെ റിമൂവ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ റിമൂവിൻ്റെ സമയത്ത് എന്തുണ്ടാവും, അവിടെ വേക്കൻസി ഉണ്ടായിരിക്കും, അത് ഫില്ല് ചെയ്യേണ്ട ആവശ്യമുണ്ട്. വേക്കൻസി ഒന്നുകിൽ കമ്പനി ലിക്വിഡേറ്റർ റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്കാരുടെ ഡെത്ത് സംഭവിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അവിടെ വേക്കൻസി വരും. അല്ലെങ്കിൽ അയാൾ റിസൈൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് ഫില്ല് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് നോട്ടീസ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഓഫ് ലിക്വിഡേറ്റർ ടു ബി ഗിവൺ ടു ദി രജിസ്ട്രാർ. അതായത് ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തുള്ള ആ നോട്ടീസ് രജിസ്ട്രാർക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. 10 ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സെസർ ഓഫ് ബോർഡ്സ് പവേഴ്സ് സെക്ഷൻ 313 പറയുന്നത് ഓൺ ദി അപ്പോയിൻമെൻറ്റ് ഓഫ് എ കമ്പനി ലിക്വിഡേറ്റർ ഓൾ ദി പവേഴ്സ് ഓഫ് ദി ബോർഡ്, മാനേജിംഗ് ഡയറക്ടർ ആൻഡ് ഓൾ ടൈം ഡയറക്ടർ ഓർ മാനേജർ ഷാൾ സീസ് എക്സെപ്റ്റ് ഫോർ ദി പർപ്പസ് ഓഫ് ഗിവിംഗ് നോട്ടീസ് ഓഫ് സച്ച് അപ്പോയിൻമെൻറ്റ് ഓഫ് ദി കമ്പനി ലിക്വിഡേറ്റർ ടു ദി രജിസ്ട്രാർക്ക്. അതായത് കമ്പനി ലിക്വിഡേറ്റർ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ് ഈ ബോർഡിൻ്റെ അതുപോലെ മാനേജിംഗ് ഡയറക്ടറിൻ്റെ അല്ലെങ്കിൽ ഹോൾ ടൈം ഡയറക്ടേഴ്സിൻ്റെ ഒക്കെ പവർ സീസ് ചെയ്യുന്നത് കമ്പനി ലിക്വിഡേറ്ററാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്പനിയുടെ അപ്പോയിൻമെൻറ്റ് നെക്സ്റ്റ് ആയി പറയുന്നത് പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് കമ്പനി ലിക്വിഡേറ്റർ ഇൻ വോളണ്ടറി വൈൻഡിങ് അപ്പ്. കമ്പനി ലിക്വിഡേറ്റർക്ക് വോളണ്ടറി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് എന്തൊക്കെയാണ് പവർ ഡ്യൂട്ടീസ്. അതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് ദ കമ്പനി ലിക്വിഡേറ്റർ ഷാൾ സെറ്റിൽ ദി ലിസ്റ്റ് ഓഫ് കോൺട്രിബ്യൂട്ടറീസ് വിച്ച് ഷാൾ ബി prima facie evidence the liability of the persons named therein to the contributors. അതായത് കോൺട്രിബ്യൂട്ടറീസ് ആരൊക്കെയാണ് കമ്പനിയിലുള്ളത് അതിൻ്റെയൊക്കെ ലിസ്റ്റ് കണ്ടെത്തിയിട്ട് അത് സെറ്റിൽ ചെയ്യേണ്ട ഉത്തരവാദിത്യം ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററിനാണുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എ കമ്പനി ലിക്വിഡേറ്റർ ഷാൾ കാൾ ജനറൽ മീറ്റിംഗ്സ് ഓഫ് ദി കമ്പനി ഫോർ ദി പർപ്പസ് ഓഫ് ഒബ്റ്റെയിനിങ് ദി സാങ്ഷൻ ഓഫ് ദി കമ്പനി ബൈ ഓർഡിനറി ഓർ സ്പെഷ്യൽ റെസൊല്യൂഷൻ. ഈ ഒരു കമ്പനി ലിക്വിഡേറ്ററാണ് ജനറൽ മീറ്റിംഗ്, കമ്പനിയുടെ വൈൻഡിംഗ് അപ്പിൻ്റെ സമയത്തുള്ള ജനറൽ മീറ്റിംഗ് വിളിക്കേണ്ടത്. ആ ഒരു വിളിക്കുന്ന സമയത്തായിരിക്കും കമ്പനി മീറ്റിങ്ങിൽ വേണ്ട ഓർഡിനറി അല്ലെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷനൊക്കെ പാസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ലിക്വിഡേറ്റർ ഷാൾ മെയിൻറ്റെയിൻ റെഗുലർ ആൻഡ് പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട് ഇൻ സച്ച് ഫോം ആൻഡ് ഇൻ സച്ച് മാനർ ആസ് മേ ബി പ്രിസ്ക്രൈബ് ആസ് ദി മെമ്പേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അതായത് കമ്പനി ലിക്വിഡേറ്റർ ആണ് റെഗുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ബുക്ക് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ അക്കൗണ്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, വൈൻഡപ്പിൻ്റെ സമയത്തുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് കമ്പനി ലിക്വിഡേറ്റർ ആണ്. ദ കമ്പനി ലിക്വിഡേറ്റർ നെക്സ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ലിക്വിഡേറ്റർ ഷാൾ പ്രിപ്പയർ ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു ക്വാർട്ടർലി സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനി ലിക്വിഡേറ്റർ ആണ്. നെക്സ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നതാണ് അപ്പോയിൻമെൻറ്റ് ഓഫ് കമ്മിറ്റീനെ അപ്പോയിൻമെൻറ്റ് നടത്തുക. സെക്ഷൻ 315 പറയുന്നത് where there are no creditors of a company, such company in general meeting and where a meeting of creditors held under section 306, such creditors as the case may appoint a committee to supervise the voluntary liquidation and assist the company liquidator. ഒരു കമ്പനി ലിക്വിഡേറ്ററിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വോളണ്ടറി ലിക്വിഡേഷൻ നടത്താൻ വേണ്ടിയിട്ട് കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ഒരു കമ്മിറ്റീനെ. അത് ഈ ഫങ്ഷൻസൊക്കെ എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മിറ്റി ജോയിൻ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് എന്ന് പറയുന്നതാണ്
പ്രൊവിഷൻ കമ്പനി ലിക്വിഡേറ്റഡ് ടു സബ്മിറ്റ് റിപ്പോർട്ട് ഓൺ പ്രോഗ്രസ് ഓഫ് വൈൻഡിങ് അപ്പ്. കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ പ്രോഗ്രസ് എങ്ങനെയൊക്കെ ഉണ്ട് അതിൻ്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. അതിലെന്ന് പറയുന്നതാണ് ക്വാർട്ടർലി റിപ്പോർട്ടൊക്കെ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് കമ്പനിയുടെ മെമ്പേഴ്സിനെ കുറിച്ചിട്ട്, അതുപോലെ ക്രെഡിറ്റേഴ്സ്, അതുപോലെ മീറ്റിംഗ്സ്, ആ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. നെക്സ്റ്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത് റിപ്പോർട്ട് ഓഫ് കമ്പനി ലിക്വിഡേറ്റഡ് ട്രൈബ്യൂണൽ ഫോർ എക്സാമിനേഷൻ ഓഫ് പേഴ്സൺസ്. അതായത് കമ്പനി ലിക്വിഡേറ്ററിൻ്റെ ഒപ്പീനിയൻ അനുസരിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഫ്രോഡ് നടന്നിട്ടുണ്ടെങ്കിൽ, കമ്പനിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ട്രൈബ്യൂണൽക്ക് മുന്നേ സബ്മിറ്റ് ചെയ്യണം. അതാരാണ് നടത്തിയ അയാളെ എക്സാമിൻ ചെയ്യുക, അയാളെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് ഫൈനലായിട്ട് വരുന്ന ഒരു പ്രൊവിഷനാണ് ഫൈനൽ മീറ്റിംഗ് ആൻഡ് ഡിസൊല്യൂഷൻ ഓഫ് ദി കമ്പനി. കമ്പനിയുടെ ഫൈനൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഡിസൊല്യൂഷൻ. അതായത് ഇവിടെയാണ് കമ്പനി വൗണ്ടപ്പ് ചെയ്യാനുള്ള എല്ലാ മീറ്റിംഗ്സും റിപ്പോർട്ടൊക്കെ നോക്കിയിട്ട് കമ്പനിയുടെ അസറ്റ്സും കാര്യങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നതും ക്രെഡിറ്റേഴ്സിനൊക്കെ ഫുള്ളായിട്ട് സെറ്റിൽമെൻറ്റ് നടത്തുന്നതും ക്ലെയിം ചെയ്യുന്നതൊക്കെ ഈ ഒരു പ്രൊവിഷൻ പ്രകാരമാണ്. അപ്പോൾ ഇത്രയാണ് പ്രൊവിഷൻസ് അപ്ലിക്കബിൾ ടു വോളണ്ടറി വൈൻഡിങ് അപ്പ്.